വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ടോപ്പിക് എന്നുള്ളത് ജർമ്മൻ എക്സ്പ്രഷനിസം ഫ്രഞ്ച് ന്യൂ വേവ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ജർമ്മൻ എക്സ്പ്രഷനിസം എന്നുള്ളത് ഏർലി സിനിമയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മൂവ്മെൻ്റ് ആണ്. എമേർജ് എന്നുള്ളത് ജർമ്മനിയിൽ എമേർജ് ചെയ്തിട്ടുള്ളത് 1910-ലാണ്. അതുപോലെ തന്നെ അതിൻ്റെ പീക്കിലേക്ക് റീച്ച് ചെയ്യുന്നുള്ളത് 1920-ലാണ്. ഇനി ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ഇൻ എ പീരിയഡ് ഓഫ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ടേമോയിൽ ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ള ഒരു സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ടേമോയിലിൻ്റെ പീരീഡിലാണ്. അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണ് ഈ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിലുണ്ടായിട്ടുള്ള ഐസൊലേഷൻ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലെഡ് ടു എ യുണീക്കും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജർമ്മൻ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാവുന്നുണ്ട്. മേജർ ഫിലിം എടുത്തൊക്കെയാണെങ്കിൽ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി. ഇനി ലീഗസി എടുത്തൊക്കെയാണെങ്കിൽ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉള്ളത് ഫിലിം നോയറിലാണ്. ഹോളിവുഡിൻ്റെ ക്രൈം ഡ്രാമാസിലല്ലാണ് ഈ ഒരു ഫിലിം നോയർ ഉള്ളത്. 1940-50കളിലുള്ള ക്രൈം ഡ്രാമാസിലാണ് ഈ ഒരു ഫിലിം നോയർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇനി ഹൊറർ ഷോണർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ്. ഫ്രാങ്കസ്റ്റീൻ സൈക്കോ പോലെയുള്ള ഹൊറർ ഷോണറിൽ ഈ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന മൂവ്മെൻ്റ് ആണ്. ഈ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് റെവല്യൂഷണറി ഫിലിം മൂവ്മെൻ്റ് ആണ്. ബിഗിൻ ചെയ്തിട്ടുള്ളത് ഫ്രാൻസിൽ 1950 1960-ലാണ് ബിഗിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൂവ്മെൻറ്റ് ബ്രോക്ക് അവേ ഫ്രം ട്രഡീഷണൽ ഫിലിം മേക്കിംഗ്. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഫ്രഷ് യൂത്ത്ഫുൾ എക്സ്പെരിമെൻ്റൽ അപ്രോച്ചാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഇനിയൊരു മൂവ്മെൻറ്റിൻ്റെ കുറച്ച് ഫ്യൂച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷനാണ്. ഹാൻഡ് ഹെൽഡ് ക്യാമറാസാണ് യൂസ് ചെയ്യുന്നുള്ളത്. നാച്ചുറൽ ലൈറ്റ് അതുപോലെ തന്നെ റിയൽ ലൊക്കേഷൻസാണ് യൂസ് ചെയ്യുന്നുള്ളത്. നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സാണ് ഈ ഒരു ഫ്രഞ്ച് ന്യൂ വേവിൽ ആക്ട് ചെയ്യുന്നുള്ളത്. പലപ്പോഴും അനോൺ ആയിട്ടുള്ള ആൾക്കാരെയാണ് കാസ്റ്റ് ചെയ്യുന്നുള്ളത്. ഡയറക്ടർ എന്നുള്ളത് ഓട്ടോർ. അതുപോലെ തന്നെ എംബസൈസ് ചെയ്യുന്നുള്ളത് ഡയറക്ടറിൻ്റെ പേഴ്സണൽ സ്റ്റൈലും ക്രിയേറ്റീവ് വിഷനൊക്കെയാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ എംബസൈസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.